വെൽക്കം ടു ദ ഓൺലൈൻ സെഷൻസ് ഓഫ് റിജു ആൻഡ് PSK ക്ലാസ്സസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ മോഡേൺ ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന അറ്റോമിക് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആൻഡ് ആസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ഡ്യുവൽ നേച്ചർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടല്ലോ, പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട്. ആ ഒരു മോഡേൺ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളെങ്ങനെ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ്, അല്ലെങ്കിൽ ആറ്റോമിക് സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള റിസർച്ചുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ്, അവരുടെ എക്സ്പെരിമെൻ്റ് എന്താണ്, ആ എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകൾ എന്താണ്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആറ്റമിക് സ്ട്രക്ചറിൽ സ്റ്റാർട്ടിങ് ഫ്രം ജോൺ ഡാൾട്ടൺ കുറേ ആൾക്കാർ ആറ്റമിക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനത് മുമ്പ് ഒരു ചാപ്റ്ററിൽ അത് ഒരു കഥ പോലെ പറഞ്ഞു തന്നിരുന്നു, ഇനി അതുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ സയൻറ്റിസ്റ്റുകളും കൊണ്ടുവന്ന ആറ്റമിക് സ്ട്രക്ചർ നമ്മൾ കാണാം. തോംസൻ്റെ മോഡൽ, അതുപോലെ തന്നെ റൂദർഫോർഡ് മോഡൽ, നീൽസ് ബോർ മോഡൽ, അതെല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹെയ്സൻബർഗ് അല്ലെങ്കിൽ ഹെയ്സൻബർഗ് ഓർ ഷ്രോഡിംഗർ മോഡൽ ഓർ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അതൊക്കെ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ വിത്ത് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് നമ്മൾ പഴയ മോഡലുകൾ, അതായത് ഓൾറെഡി റോങ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള മോഡലുകൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഓരോ അതിൽ റോങ് ഇൻ ദ സെൻസ് അത് കംപ്ലീറ്റ് റോങ് ആയിരുന്നില്ല ഒരു എക്സ്പെരിമെൻറ്റ് പോലും. ഇപ്പോൾ തോംസൺ എക്സ്പെരിമെൻ്റ് ആണെങ്കിലും റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും അതിനൊക്കെ ഡ്രോബാക്സ് ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് ആ ഒരു എക്സ്പെരിമെൻറ്റിന് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം തോംസൺ എന്ന് പറയുന്ന ജെ തോംസൺ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ കണ്ടുപിടിക്കുന്നത്. ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കുന്നത് ഈ ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ റിസർച്ചിനിടയിലാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആറ്റത്തിനകത്തുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. റൂദർഫോർഡ് സ്ട്രക്ചർ മോഡൽ ഓഫ് ആറ്റം ആണെങ്കിലും റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് ഇഷ്ടംപോലെ ഡ്രോബാക്കുകളുണ്ട്, നമ്മളത് കാണാം. പക്ഷേ അതിൻ്റെ ഒരു റൂദർഫോർഡ് മോഡലിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജുള്ള പാർട്ടിക്കിൾ ന്യൂക്ലിയസിനകത്തുണ്ട് എന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിന് തെറ്റുകളുണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആ എക്സ്പെരിമെൻറ്റുകൾക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ആ ഓരോ അറ്റോമിക് മോഡൽസിനെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ പ്രൈമോഡിയൽ മോഡൽസ് തോംസൺ, റൂദർഫോർഡ്, നീൽസ് ബോർ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട്, അവരുടെയൊക്കെ അറ്റോമിക് സ്ട്രക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട്, നമ്മളിവിടെ എല്ലാ മോഡലുകളും, ഇപ്പോൾ പഠിക്കാൻ പോകുന്ന എല്ലാ മോഡലുകളും ദേ ആർ ഓൾ ബേസ്ഡ് ഓൺ വൺ എക്സ്പെരിമെൻറ്റ് വിച്ച് ഇസ് കോൾഡ് ആസ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്. ശരിക്കും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് പല സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് ഓൾമോസ്റ്റ് സിമിലർ റിസൾട്ടുകളാണ്. പക്ഷേ നമ്മൾ പൊതുവേ അതിനെ പറയുന്നത് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നാണ്. കാരണം ആ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിൻ്റെ എല്ലാ ഒബ്സർവേഷനുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് റൂദർഫോർഡാണ്. അപ്പോൾ റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് എന്നും പല സ്ഥലത്ത് പറയാറുണ്ട്, റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എന്താണ് എന്ന് നമുക്ക് കണ്ടതിന് ശേഷം ആദ്യം ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ടാണല്ലോ ആ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ സയൻറ്റിസ്റ്റും കൊടുത്ത എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ഉണ്ടാവും. തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 210 നാനോമീറ്റർ തിക്നെസ് ഉള്ള അത്രയും ചെറിയ ഒരു ഗോൾഡ് ഫോയിൽ. ആ ഗോൾഡ് ഫോയിലിലേക്ക് നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ടുപോയി കൊളൈഡ് ചെയ്യുകയാണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ഹീലിയം ന്യൂക്ലിയസ് ആണ് കൊളൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സോ നമുക്ക് ചാപ്റ്ററിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ആറ്റോമിക് ഫിസിക്സ്. അപ്പോൾ നമുക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നതിന് ശേഷം നമുക്ക് തോംസൺസ് മോഡലിലേക്ക് കിടക്കാം. സോ ദാറ്റ് ഈസ് ആൽഫ സ്കാറ്ററിങ്. അവിടെ നമുക്ക് ആൽഫ പാർട്ടിക്കിളിനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹീലിയം 2+ അയോണാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിൽ നിന്ന് പല ഡയറക്ഷനിലായിട്ട് ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മളൊരു സിങ്ക് സൾഫൈഡിൻ്റെ ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഒരു സ്ക്രീനിലേക്ക് കോയിൻസൈഡ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് നമ്മളതിനെ ബോംബാർഡ് ചെയ്യിക്കുകയാണ്. സോ ഇതിന് മുമ്പിലായിട്ടൊരു സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാവും. സോ അത് ആക്ട് ചെയ്യുന്ന ഒരു സോഴ്സ് പോലെ, ഒരു സ്ലിറ്റ് പോലെ അത് ആക്ട് ചെയ്യും. ഇത് സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീനാണ്. സ്ക്രീനല്ല, ഒരു ഷീറ്റ്, ജസ്റ്റ് യൂസിങ് ആസ് എ സ്ലിറ്റ്. അപ്പോൾ ഇതിന് എല്ലാ ഡയറക്ഷനിലേക്കും ആര് വരുന്നുണ്ട്,
ആൽഫ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, പല ഡയറക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൽഫ പാർട്ടിക്കിളൊക്കെ ഇതിൽ വന്ന് ഈ സ്ക്രീനിൽ വന്നതിന് ശേഷം, സ്ക്രീനല്ല കോളിമേറ്ററിൽ വന്നതിന് ശേഷം അതിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്, ഈ സ്ലിറ്റ് വഴി പുറത്തേക്ക് വരും. ഇതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ വേവ് ഓപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ക്രോസ് സെക്ഷൻ സർക്കുലർ ആണെങ്കിൽ അവിടെ സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും ആര് വരുന്നത്, ഈ ആൽഫ പാർട്ടിക്കിൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സോ അതിനെല്ലാം നമ്മൾ ആ ഗോൾഡ് സ്ക്രീനിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഷീറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ തിക്നെസ് വരുന്നത് ഏതാണ്ട് 210 നാനോമീറ്ററാണ്, അത്രയും തിന്നായിട്ടുള്ളതാണ്. ഇതിലേക്ക് ഈ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം വന്ന് തട്ടും അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ്, പല ആംഗിളിൽ ഇത് വന്ന് തട്ടും. അപ്പോൾ ആ ക്രോസ് ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നത് സെമി സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് അല്ലെങ്കിൽ സെമി സ്പെരിക്കൽ ഷേപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡ് ഷീറ്റിനെയും എങ്ങനെ വെച്ചിരിക്കുന്നത്, ഒരു സെമി സർക്കുലർ ഷേപ്പിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിങ്ങിലേക്ക് നമുക്ക് നോക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, അതിപ്പോൾ തോംസൺ ആണെങ്കിലും റൂദർഫോർഡ് ആണെങ്കിലും നീൽസ് ബോർ ആണെങ്കിലും അവരെല്ലാം ഒബ്സർവ് ചെയ്ത ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്ലിറ്റ് വഴി ഈ ഗോൾഡ് ഫോയിലിൽ പോയി തട്ടുന്ന ആൽഫ പാർട്ടിക്കിൾസ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദേ ആർ ഓഫ് കൈനറ്റിക് എനർജി 5.5 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ആൽഫ പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ ഓഫ് 5.5 ഇലക്ട്രോൺ വോൾട്ട് അല്ല, 5.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. 5.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കില്ലേ. എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു 5.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ആ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അതുപോലെ ഗോൾഡ് ഫോയിലിൻ്റെ തിക്നെസ്, പിന്നെ നമ്മളിവിടെ സ്ക്രീനായിട്ട് യൂസ് ചെയ്യുന്ന സിങ്ക് സൾഫൈഡിൻ്റെ ഒരു ഷീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ചെറിയ ചെറിയ പോയിന്റുകളാണ് എന്നാലും. അപ്പോൾ ഇതിലേക്ക് വന്ന് തട്ടുന്ന ഗോൾഡ് ഫോയിലിലേക്ക് വന്ന് തട്ടുന്ന ആൽഫ പാർട്ടിക്കിൾസിൽ ഏതാണ്ട് 90-95% ആൽഫ പാർട്ടിക്കിൾസും ഇതുവഴി കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ ഒബ്സർവേഷനാണ്. 90% ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ദാറ്റ് ഹിറ്റിംഗ് ഓൺ ദ സ്ക്രീൻ ഈസിലി പാസസ് ത്രൂ ദ ഫോയിൽ. അപ്പോൾ അതിന് കാരണം എന്താണ്, അത്രയും തിന്നായിട്ടുള്ളൊരു ഫോയിലാണ്. സോ അവിടെ തട്ടി തിരിച്ചു വരേണ്ട സാഹചര്യം മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളിന് ഇല്ല. വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്ത് വരുന്നുള്ളൂ. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ് ആൾക്കാർ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. ഇങ്ങനെ പോയി ചിലത് ഇങ്ങനെ പോയിട്ട് അതേ പാത്തിൽ തന്നെ തിരിച്ചു വരുന്നതും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു, തിരിച്ചു വരുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാസിങ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ എന്നുള്ളതാണ് കണ്ട ഒരു ഇൻഫറൻസ്. അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങൾ ഇതിൽ പലതിനും എക്സ്പ്ലനേഷൻ കൊടുത്തവരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യത്തിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ കണ്ട എല്ലാ ഒബ്സർവേഷനുകൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂദർഫോർഡിനാണ് പറ്റിയത്. ഇവർ കാണുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ, എ വെരി ഫ്യൂ ആർ റീട്രേസിങ് ദെയർ പാത്ത്, ആൻഡ് സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റിംഗ്. അതായത് ഗോൾഡ് ഫോയിലേക്ക് എത്തും തോറും ചിലത്, ഇപ്പോൾ നമുക്ക് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്, അങ്ങനെയാകുമ്പോൾ ഇതിനേക്കാൾ കുറേ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഇതാണിപ്പോൾ ഗോൾഡ് ഷീറ്റ് എന്ന് വിചാരിച്ചു വെറുതെ. ഇവിടെ ഇപ്പോൾ പോകുന്ന ആൽഫ പാർട്ടിക്കിളിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം എന്താ ചെയ്യുന്നത്, അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്ത് വരുന്നു. വേറെ ചില ആൾക്കാർ അവർ പോകുന്നുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്, പക്ഷേ ഈ ഗോൾഡ് ഷീറ്റിലേക്ക് എത്തും തോറും അവരുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒരു ചെറിയ ഡീവിയേഷൻ വരുന്നുണ്ട്. ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇത് അടുത്തെത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി വെക്ടറിൽ ചെറിയൊരു വ്യത്യാസം വന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ വളരെ കുറച്ചേ കണ്ടുള്ളൂ. ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, വെലോസിറ്റി വെക്ടറിന് ഡിഫ്ലക്ഷൻ വരുന്ന ആൾക്കാരെയും റീട്രേസ് ചെയ്യുന്ന ആൾക്കാരെയും വളരെ കുറച്ചാണ് കണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഗോൾഡ് ഷീറ്റാണ്. ഗോൾഡ് ഷീറ്റെന്നോ ഗോൾഡ് ഫോയിലെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് കാരണം മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഇത് കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ കണ്ടത് ഇതിൽ ഈ ഷീറ്റിൽ കൂടെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും പാസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ റീട്രേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ. ഇതിന് എന്തുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ആ ഒരു തോട്ടാണ് ശരിക്കും ആറ്റമിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് തോംസൺസ് മോഡൽ എന്താണ്, നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് തോംസൺസ് മോഡൽ ഓഫ് ആറ്റമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ സീ വാട്ട് ഈസ് ദ തോംസൺസ്
ഹൈപ്പോത്തിസിസ് ഓഫ് ആറ്റം, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ല, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത് കാണാം. ഓക്കെ, നമുക്ക് വല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, എന്നാലും തോംസൺസ് മോഡലിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് അബൌട്ട് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിനെ പൊതുവേ നമ്മൾ വിളിച്ചിരുന്നത് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, തോംസണിൻ്റെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ഈ വാട്ടർമെലൻ്റെ അകത്ത് അതിൻ്റെ സീഡ്സ് കാണുന്ന പോലെ, തണ്ണിമത്തൻ്റെ അകത്ത് അതിൻ്റെ കുരുക്കൾ കാണുന്ന പോലെയാണ് ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് കാണുന്നത് എന്നാണ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞില്ല, തോംസൺ പറഞ്ഞ എന്ത് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആറ്റത്തിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആറ്റത്തിനകത്ത് കാണുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ഒരു റീജിയനെ സറൗണ്ട് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോൺസിൻ്റെ റെവല്യൂഷനെ പറ്റിയോ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ചാർജിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോംസൺ പറയുന്നില്ല. തോംസൺ ഇത്രയും നമ്മളോട് പറയുന്നുള്ളൂ, അതൊരു വാട്ടർമെലൻ്റെ സ്ട്രക്ചറിലാണ് ഒരു ആറ്റം ഇരിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ റാൻഡംലി എംബഡഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ബട്ട് ഹി വാസ് ഏബിൾ ടു പുട്ട് ഫോർവേഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ടിക്കിൾ കോൾഡ് ആസ് ഇലക്ട്രോൺ. അതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ കണ്ട യാതൊരു കാര്യങ്ങളും തോംസന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. ആകെ കൂടെ പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ അകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ അത് തോംസൺ പറഞ്ഞതനുസരിച്ച് ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ അതിനെ റാൻഡമായിട്ട് എംബഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ഇന്നറിയാവുന്ന പോലെ ഇലക്ട്രോൺസിൻ്റെ റൊട്ടേഷനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയോ അതൊന്നും തോംസന് പറയാൻ പറ്റില്ല. ജസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തോംസൺ ബിക്കംസ് ദ ഇൻവെൻറ്റർ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ ഇത്രയൊക്കെ തന്നെ നമുക്ക് തോംസൻ്റെ മോഡലിനെ പറ്റി അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ളൂ. മെയിനായിട്ട് അതിൻ്റെ പേര്, അതിനെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ സ്ട്രക്ചർ എന്ന് വിളിക്കും. ഇലക്ട്രോൺസിൻ്റെ റാൻഡം എംബഡിങ്ങിനെ പറ്റിയാണ് തോംസൺ കൊണ്ടുവന്ന കൺസെപ്റ്റ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ കണ്ട ഒരു എക്സ്പ്ലനേഷനും തോംസന് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് കണ്ട ഒരു കാര്യങ്ങളും ഒബ്സർവേഷൻസും തോംസന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് തോംസൺസ് മോഡലിനെ പറ്റിയുള്ള ഒരു റഫായിട്ടുള്ളൊരു ഐഡിയ. ഇത്ര തന്നെ, അതിൽ കൂടുതലായിട്ട് തോംസൺ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ തോംസൺസ് മോഡലിൽ കണ്ട ഇതുപോലെയുള്ള ഡ്രോബാക്സ്, അതിൽ കണ്ട ഇഷ്ടംപോലെ ഡ്രോബാക്ക് ഇപ്പോൾ നമുക്കറിയാം. ആ ഡ്രോബാക്സിനൊക്കെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചത് തോംസൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റൂദർഫോർഡാണ്. ആൻഡ് റൂദർഫോർഡ് വാസ് ദ പേഴ്സൺ ഹൂ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്. സോ നമുക്ക് നെക്സ്റ്റ് എന്താണ് റൂദർഫോർഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നും ആ റൂദർഫോർഡ് സ്ട്രക്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിനെ പറ്റിയാണ്. റൂദർഫോർഡ് മോഡൽ, ആ റൂദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് തോംസൺസ് മോഡലിൽ വന്നിട്ടുള്ള ഡ്രോബാക്സിനെല്ലാം മാക്സിമം റെക്ടിഫൈ ചെയ്യാനും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ടു സീ വാട്ട് ഈസ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ റൂദർഫോർഡ് മോഡലിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻസ് തന്നെ എന്തായിരുന്നു? ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ആൽഫ സ്കാറ്ററിങ്. എന്തുകൊണ്ടാണ് ആൽഫ സ്കാറ്ററിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിങ്ങിൽ നമ്മൾ കണ്ട ഒബ്സർവേഷൻസ് എല്ലാം, എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒബ്സർവേഷൻസ് എല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം റൂദർഫോർഡിന് കൃത്യമായിട്ട് പറയാൻ പറ്റി. ആൽഫ സ്കാറ്റേർഡ് അല്ല, വീണ്ടും വീണ്ടും അത് തന്നെ എഴുതണം. സോ ആൽഫ സ്കാറ്ററിങ്, ആൽഫ സ്കാറ്ററിങ് കൃത്യമായിട്ട് റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ആൽഫ സ്കാറ്ററിങ്ങിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, 90% ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ആർ ഏബിൾ ടു പാസ് ദ ഗോൾഡ് ഷീറ്റ്. അതിന് റൂദർഫോർഡ് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് ആ ഗോൾഡ് ഷീറ്റിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഗോൾഡ് ഷീറ്റിനകത്തെ 90% ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഏരിയ ഇൻസൈഡ് ദ ഗോൾഡ് ഷീറ്റ് ഈസ് എംപ്റ്റി.
അങ്ങനെയാണെങ്കിലല്ലേ ആൽഫ പാർട്ടിക്കിളിന് അത് പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ് ചെയ്ത് പോകാൻ കാരണം എന്താണ്? ആ ഒരു ഷീറ്റിൽ എന്തായാലും നമ്മൾ കാണുന്ന റീജിയനിലൊക്കെ മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്തടത്ത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അത് ആറ്റമിക് സ്ട്രക്ചറിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് സ്പേസ് ഫ്രീ ഇൻസൈഡ് ദ മെറ്റീരിയൽ. അപ്പോൾ പാസ് ചെയ്ത് പോയ ആൽഫ പാർട്ടിക്കിൾസ്, ആ പാസ് ചെയ്ത് പോയ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്ന എവിടെ കൂടെയാണ്? ആറ്റത്തിനകത്തുള്ള വേക്കൻ സ്പേസിലൂടെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. സോ ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി. വളരെ കുറച്ച് ആൾക്കാർ മാത്രം എന്ത് ചെയ്ത് വരുന്നുണ്ട്? പോയ അതേ പാത്തിലൂടെ റീട്രേസ് ചെയ്ത് വരുന്നുണ്ട്. പോയ അതേ പാത്തിൽ റീട്രേസ് ചെയ്ത് വരാൻ കാരണം എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആ ഷീറ്റിൽ തട്ടി തിരിച്ച് വരണമെങ്കിൽ ദർ ഷുഡ് ബി സം കൊളീഷൻ വിത്ത് സം അതർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അങ്ങനെയാണ് റൂദർഫോർഡ് പറഞ്ഞത് ആറ്റത്തിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻസ് മാത്രം കാണുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രം കാണുന്ന ഒരു റീജിയൻ ഉണ്ട്, ആൻഡ് ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് ആസ് എ ന്യൂക്ലിയസ്. സോ ദ എക്സിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ തോംസൺ അല്ല, റൂദർഫോർഡ്. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്ന റീജിയൻ ഇരിക്കുന്നത്, തോംസൺ പറഞ്ഞ എന്തായിരുന്നു? ഒരു വലിയ റീജിയനാണ്, അവിടെയായിട്ട് ഇലക്ട്രോൺസ് കാണാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ റൂദർഫോർഡ് പറഞ്ഞു ആറ്റത്തിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്പേസ് എംപ്റ്റി ആണ്. അതിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മാത്രം കാണുന്ന ഒരു റീജിയൻ വളരെ ചെറിയൊരു സ്പേസിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആ വളരെ ചെറിയ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ന്യൂക്ലിയസിന് നേരെ വന്ന പാർട്ടിക്കിൾസ് ആണ്, ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത് പോകുന്നുണ്ട്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിന് നേരെ വരുന്ന പാർട്ടിക്കിൾ, ഇവിടെയാണ് ഇപ്പോൾ ന്യൂക്ലിയസ് ഇരിക്കുന്നതെങ്കിൽ ഈ ന്യൂക്ലിയസിന് നേരെ വരുന്ന അതേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? റീട്രേസ് ചെയ്യുന്നത്. വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ആൾക്കാർ എന്താണ്? ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജ് ആണ്, ആൽഫ പാർട്ടിക്കിളിനും പോസിറ്റീവ് ചാർജ് ആണ്. സോ ഡ്യൂ ടു ദ പോസിറ്റീവ് റിപ്പൽഷൻ അതിനെന്ത് സംഭവിക്കാം? അതിൻ്റെ ഒറിജിനൽ പാത്തിൽ നിന്നൊരു ഡീവിയേഷൻ സംഭവിക്കാം. ഇതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിന് റൂദർഫോർഡ് കൊടുത്ത എക്സ്പ്ലനേഷൻ. അപ്പോൾ 3 കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻഡ് ആണ്. ഈ ഒരു 3 ഒബ്സർവേഷൻസിനും റൂദർഫോർഡ് എക്സ്പ്ലനേഷൻ കൊടുത്തതിലൂടെ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ നോളജ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്, ആറ്റം എന്ന് പറയുന്നത് വലിയൊരു റീജിയനാണ്. ആ റീജിയൻ്റെ അകത്ത് വളരെ കുറച്ച് സ്പേസിൽ മാത്രമാണ് ന്യൂക്ലിയസ് ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ദ വോളിയം ഓഫ് ദ ആറ്റം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ്. സോ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന റീജിയൻ അതിനകത്തുണ്ട്. ആ റീജിയനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമാണ് ഉള്ളത്. ആൻഡ് ദാറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ആസ് പ്രോട്ടോൺ. ദാറ്റ് ഈസ് ഹൗ റൂദർഫോർഡ് ബിക്കംസ് ദ ഇൻവെൻറ്റർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിച്ചു. ഇനി ആ റൂദർഫോർഡ് പിന്നെ പറഞ്ഞ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ആറ്റത്തിനകത്തുണ്ട്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റൂദർഫോർഡ് പറഞ്ഞത്. ആ ഇലക്ട്രോൺസിൻ്റെ റെവല്യൂഷൻ, അതും തോംസൺസ് മോഡലിൻ്റെ കറക്ഷനാണ്. തോംസൺ പറഞ്ഞാൽ എന്താ? റാൻഡമായിട്ട് എംബഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ദ റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ, ദ കൺസെപ്റ്റ് ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ റൂദർഫോർഡ്. അപ്പോൾ റൂദർഫോർഡ് മോഡലിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ബേസിക്കലി കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കൂടി റൂദർഫോർഡ് മോഡലും തോംസൺസ് മോഡലൊക്കെ പഠിക്കുന്നത്. ദേ ഹാവ് ദെയർ ഓൺ സിഗ്നിഫിക്കൻസ്. അപ്പോൾ റൂദർഫോർഡ് ഒന്നാമത്തെ കാര്യം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്ത് കാണുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിച്ചു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? വോളിയം ഓഫ് ദ ആറ്റം. വോളിയം ഓഫ് ദ ആറ്റം ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ വോളിയം ഒക്യുപ്പൈഡ് ബൈ പോസിറ്റീവ് ചാർജസ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂദർഫോർഡ് മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? പിന്നെ കിട്ടിയ കാര്യം എന്താ? നാലാമത്തെ, റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ആറ്റത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ റൂദർഫോർഡ് പറഞ്ഞു ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ റെവല്യൂഷൻ നടത്തുന്ന ഏതൊരു പാർട്ടിക്കിളിനും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആൻഡ് ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് given by the force of attraction between the nucleus and the electron. So electronic revolutionൻ്റെ കാര്യം നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് റൂദർഫോർഡ് ആണ്. സോ ഇത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഒരു പാത്താണ്. വേറെ പേരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇന്ന് നമുക്കറിയാം അതിൻ്റെ പേരെന്താണ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ കിടന്ന് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. സോ ആസ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്, ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ്, ന്യൂക്ലിയസിനകത്ത് Z നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജ് വരുന്നത് ZE ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്. സോ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ
electrons and the nucleus is, as you know, it is 1 by 4 pi epsilon 0 into ZE into E. അപ്പോൾ ZE square divided by ഈ ഡിസ്റ്റൻസ് നമുക്ക് R ആയിട്ട് വിചാരിക്കാം, R square. ഇതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ആൻഡ് ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ച്വലി പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. അത് മറക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ റൂദർഫോർഡ് മോഡലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ റൂദർഫോർഡ് പറഞ്ഞാലും ഇന്ന് നമുക്കറിയാം അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അന്ന് തന്നെ ഈ ഒരു മോഡൽ കൊണ്ടുവന്ന് വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ ആൾക്കാർ ചോദ്യം ചെയ്തു തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പ്രോട്ടോണിൻ്റെ എക്സിസ്റ്റൻസ്, ഇലക്ട്രോണിൻ്റെ റെവല്യൂഷൻ, ഈ പറഞ്ഞ വോളിയം ഓഫ് ആറ്റം ഇസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് പോസിറ്റീവ് ചാർജ്. അതിലൊന്നും യാതൊരു വിധത്തിലും മിസ്റ്റേക്കും ഇല്ല. ഇന്നും അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് കൊടുത്ത എക്സ്പ്ലനേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഈ പറയുന്ന കാര്യം ഇത് റൂദർഫോർഡിന് വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിവോൾവ് ചെയ്താൽ ഡ്യൂ ടു ദ റെവല്യൂഷൻ ദ ഇലക്ട്രോൺ വിൽ ലോസ് ദ കൈനറ്റിക് എനർജി. ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കുറയും തോറും അതിൻ്റെ റേഡിയസ് ഓഫ് റെവല്യൂഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ R എന്ന് പറയുന്ന റേഡിയസിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ കുറച്ച് റൊട്ടേഷൻസ് കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് റെവല്യൂഷൻ കുറഞ്ഞു വന്ന് അവസാനം ഈ ആറ്റത്തിന് ചുറ്റി അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റി എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ എല്ലാ ഇലക്ട്രോൺസും എവിടെ വന്ന് വീഴണം, അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും ന്യൂക്ലിയസിൽ തന്നെ വന്ന് ചേരണം. സോ ദാറ്റ് മീൻസ് ദ ആറ്റം വിൽ കൊളാപ്സ്. ഇപ്പോൾ ഇതിനകത്ത് 10 പ്രോട്ടോൺ ഉണ്ട്. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് അറിയാമല്ലോ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ആറ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അതായത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ട് എന്ന കാര്യം തെളിയിച്ചതും റൂദർഫോർഡാണ്. അത് നമുക്കിവിടെ നോട്ട് ചെയ്യണം. എന്താണ്? റൂദർഫോർഡ് വാസ് ഏബിൾ ടു ഫൈൻഡ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ആറ്റം. ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും റൂദർഫോർഡ് തന്നെയാണ്. അപ്പോൾ 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10 പ്രോട്ടോൺസും ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോൺസിൻ്റെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം കുറേ നേരം കഴിയുമ്പോൾ അത് എവിടെ വന്ന് വീഴും? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ വന്ന് വീഴും. ന്യൂക്ലിയസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആറ്റം കൊളാപ്സ് ആകും. അങ്ങനെ ആറ്റത്തിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് ഒന്നാമത്തെ ഡ്രോബാക്കാണ്. He was unable to explain the stability of rotation. എത്ര നേരം വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇലക്ട്രോണിന് യാതൊന്നും സംഭവിക്കില്ല, ഇലക്ട്രോൺ ഇവിടെ ഒന്നും വീഴില്ല, ആറ്റം കൊളാപ്സ് ആവില്ല. പിന്നെ റൂദർഫോർഡ് മോഡലിൽ വന്നിട്ടുള്ള മറ്റൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റത്തിനകത്ത് പ്രോട്ടോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആറ്റത്തിൻ്റെ മാസിൻ്റെ അത്രയ്ക്കാവില്ല. ദ സം ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് വർ അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഓഫ് ദ മാസ് ഓഫ് ആറ്റം. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ലെസ് പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാൻ റൂദർഫോർഡിന് പറ്റിയില്ല. ആൻഡ് ദാറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ജെയിംസ് ചാഡ്വിക് ഇങ്ങനെ സ്റ്റുഡൻ്റാണ്, റൂദർഫോർഡിൻ്റെ സ്റ്റുഡൻ്റാണ്. അത് പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ചാഡ്വിക് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് റൂദർഫോർഡ് മോഡലിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് ഡ്രോബാക്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങി. ഒന്നാമത്തെ കാര്യം ഇതാണ്, റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ അങ്ങനെ റിവോൾവ് ചെയ്ത് ആറ്റം കൊളാപ്സ് ആവാനുള്ള സാധ്യത ഈ മോഡലിൽ നിന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, റൂദർഫോർഡിന് പറഞ്ഞതനുസരിച്ച് ഒരു ഇലക്ട്രോണിന് എവിടെ വേണമെങ്കിലും ആറ്റത്തിന് ചുറ്റും എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് വെലോസിറ്റിയിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കാം. ദാറ്റ് വാസ് എ ഡ്രോബാക്ക്. ഇലക്ട്രോൺ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന് ഏത് ഓർബിറ്റിൽ വേണമെങ്കിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് energy, the electrons are assigned a particular circular path which is called as the orbit. അത് റൂദർഫോർഡിന് ആ ഒരു പോയിന്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ റൂദർഫോർഡ് മോഡലിന് പറ്റിയില്ല. അത് പിന്നീട് ജസ്റ്റിഫൈ ചെയ്യുന്നത് റൂദർഫോർഡിൻ്റെ വേറൊരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നീൽസ് ബോറാണ് പറഞ്ഞത് എല്ലാ ഇലക്ട്രോൺസിനും എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല. ദർ റിക്വയർസ് സം ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ, ആംഗുലർ മൊമെൻറ്റം L is equal to NH/2π എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ, ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസ് റൂദർഫോർഡിന് തെളിയിക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ റെവല്യൂഷൻ. റൂദർഫോർഡ് മോഡൽ അനുസരിച്ച് എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് വെലോസിറ്റി വേണമെങ്കിൽ റിവോൾവ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ആക്ച്വലി. അപ്പോൾ ഇതാണ് റൂദർഫോർഡ് മോഡലിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള റൂദർഫോർഡ് മോഡലിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, സിഗ്നിഫിക്കൻസ് എല്ലാം ഇതിലുണ്ട്. നമുക്കിനി ഈ റൂദർഫോർഡ് മോഡലിൽ നിന്നും നമുക്കവിടെ കിട്ടുന്ന ന്യൂമറിക്കൽ ആയിട്ടുള്ള ചില വാല്യൂസ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അതായത് അവിടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിങ് നടക്കുന്ന സമയത്ത് ദർ വിൽ ബി സം കൊളീഷൻ ബിറ്റ്വീൻ ദ ഗോൾഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആൻഡ് ദ ഹീലിയം ന്യൂക്ലിയസ്. സോ ആ ഗോൾഡ് ന്യൂക്ലിയസും ഹീലിയം ന്യൂക്ലിയസും തമ്മിലുള്ള കൊളീഷനിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ബോർ മോഡലിലേക്ക് പോവാം. ഓക്കെ, സോ ഈ റൂദർഫോർഡ് കോൾഡ്-ഫോയിൽ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ഡെറിവേഷനും അതുപോലെ തന്നെ 1-2 ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട 1-2 ഇക്വേഷനും ഉണ്ട്, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഗോൾഡ് ഫോയിലും നമ്മളുടെ ഗോൾഡ് ന്യൂക്ലിയസും നമ്മളുടെ ഹീലിയം ന്യൂക്ലിയസും തമ്മിലൊരു കൊളീഷൻ നടക്കുന്നുണ്ട്. സോ ഗോൾഡ് ന്യൂക്ലിയസിൽ നിന്ന് എടുക്കണ്ട, കോമൺ ആയിട്ട് അതിനെ എന്തായിട്ട് എടുത്താൽ മതി, Z ഇൻറ്റു ഇന്ന് എടുത്താൽ മതി. ഗോൾഡ് ആകുമ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ 78 ആണ്. ഇവിടെ ജസ്റ്റ് സം ഹെവി ന്യൂക്ലിയസ് അത്രമാത്രം വിചാരിച്ചാൽ മതി. ഇതിലേക്കാണ് നമ്മളുടെ ആര് വരുന്നത്, ഇത് റെസ്റ്റിലാണ്. സോ ദിസ് ഇസ് 2E ഹീലിയം ന്യൂക്ലിയസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ടും റിപ്പൽ ചെയ്യുന്നുണ്ട്. സോ ഈ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് ഇതിന് ഓൾറെഡി നമ്മളൊരു കൈനറ്റിക് എനർജി കൊടുത്തിട്ടാണല്ലോ വിടുന്നത്. ദിസ് ഇസ് ഹാവിങ് എ കൈനറ്റിക് എനർജി ഇ. ഈ കൈനറ്റിക് എനർജി ഇങ്ങോട്ടേക്ക് വരുന്തോറും ഇറ്റ് വിൽ എക്സ്പീരിയൻസ് റിപ്പൽഷൻ. അങ്ങനെ ഇലക്ട്രോസ് ഇവിടുന്നാണെങ്കിൽ റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇത്. ഈ പറയുന്ന കൈനറ്റിക് എനർജിയെ ആര് റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും, വർക്ക് ഡൺ ബൈ ദ റിപ്പൽസീവ് ഫോഴ്സ്. സോ അത് ആ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിച്ചോളൂ. The alpha particle is moving towards the heavy nucleus with a kinetic energy of E, and as it move towards the gold nucleus or heavy nucleus, the work done by the repulsive force will be balanced against the kinetic energy. അതിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെ കുറേ ദൂരം വന്നു കഴിഞ്ഞ് ഇത് വരുംതോറും ഇതിൻ്റെ വെലോസിറ്റിയെ ആര് കുറച്ചുകൊണ്ടിരിക്കും, വർക്ക് ഡൺ ബൈ ദ റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി. റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി ചെയ്യുന്ന വർക്ക് കാരണം അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കാരണം ഇതിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. അടുത്തേക്ക് വരുന്തോറും റിപ്പൽഷൻ ആയതുകൊണ്ടാണ്. അങ്ങനെ വന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ ഈ ഗോൾഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഗോൾഡ് ന്യൂക്ലിയസ് അല്ല ഹീലിയം ന്യൂക്ലിയസ് റെസ്റ്റിലാവും. ഹീലിയം ന്യൂക്ലിയസ് എവിടെ വെച്ചാണോ റെസ്റ്റിലാവുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അല്ലെങ്കിൽ നമുക്കതിനെ R0 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹീലിയം ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം അതിന് മിനിമം എത്ര ഡിസ്റ്റൻസ് വരെ വരാൻ പറ്റും, R0 വരെ വരാൻ പറ്റും. കാരണം R0 ഇത്ര ഡിസ്റ്റൻസിൽ എത്തുന്നതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജിയെ ആര് ബാലൻസ് ചെയ്യും, റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി ബാലൻസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ കൈനറ്റിക് എനർജി ഈസ് ബാലൻസ്ഡ് ബൈ ദ റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി ഫ്രം ദ അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ റിപ്പൽസീവ് ഫോഴ്സസ് ഫ്രം ദ ഹെവി ന്യൂക്ലിയസ്. അതായത് റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ എത്ര വരും മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/R അല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. സോ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ വാല്യൂ ആണ്. ഇറ്റ് ഈസ് Z E² R0. ഇതാണല്ലോ ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള, ഇവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് R0 ആണ്. ആൻഡ് ഈ റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ കൈനറ്റിക് എനർജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൈനറ്റിക് E എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. സോ ജസ്റ്റ് അതിനെ കൈനറ്റിക് എനർജിന്ന് എഴുതിക്കും, കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ യു ഗോട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R0 ഈസ് ഈക്വൽ ടു എത്ര വരും, R0 ഈസ് ഈക്വൽ ടു Z E² /4πε0 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടില്ലേ. നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1/4πε0 നമുക്ക് എന്ത് കൊടുത്താൽ മതി, K എന്ന് കൊടുത്താൽ മതി. കൈനറ്റിക് എനർജി ആസ് യു നോ ഇറ്റ് ഈസ് ½ mv². അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. എന്താണ്, നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി എഴുതിയല്ലോ, ഇറ്റ് ഈസ് നോട്ട് ZE². ZE എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ്, 2E എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, 2E എന്ന് കൊടുക്കണം. കാരണം ഒരു ചാർജ് ZE ആണ്, മറ്റേ ചാർജ് 2E ആണ്. അപ്പോൾ Q1 Q2 എടുക്കുമ്പോൾ ZE ഇൻറ്റു 2E എന്നല്ലേ വരിക. അപ്പോൾ 2ZE² ആണ് Q1 Q2ൻ്റെ വാല്യൂ. അത് ഞാൻ നേരത്തെ എഴുതാൻ ജസ്റ്റ് വിട്ടുപോയതാണ്. അപ്പോൾ 2ZE² / 4πε0 ഇൻറ്റു KE² എന്ന് പറയുന്ന ആളെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ 1/4πε0ക്ക് പകരം K എന്ന് കൊടുക്കുകയാണ്. കൈനറ്റിക് എനർജി ½ mv² ആണ്. ആ ഹാഫിൻ്റെ 2 എങ്ങോട്ടേക്ക് പോകും, മുകളിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് 2ZE². ഇതിനെ നമ്മൾ എന്തായിട്ട് എഴുതി, K എന്ന് എഴുതി. ഇറ്റ് ഈസ് ½ mv². സോ ദ സിംപ്ലിഫൈഡ് വാല്യൂ ഫോർ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഈസ് 4KZE² / m into v².
That is the expression for the distance of closest approach. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ 4k is constant, അതുപോലെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കാം. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലല്ലോ, മാസ് കോൺസ്റ്റൻ്റ് ആണ്, ഇ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഫോർ എ ആൽഫ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇസഡ്. കാരണം ഇസഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പറാണ്. ആറ്റോമിക് നമ്പർ കൂടുന്തോറും, ഇതിൻ്റെ ആറ്റോമിക് നമ്പർ കൂടുന്തോറും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റിപ്പൽഷൻ കൂടും. ആറ്റോമിക് നമ്പർ കുറയും തോറും റിപ്പൽഷൻ കുറയും. സോ ഇസഡ് ഡിവൈഡഡ് ബൈ എന്താണ്, വി സ്ക്വയർ ആണ്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഓർമ്മിച്ച് വെച്ചോളൂ. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് 4k ZD സ്ക്വയർ ഡിവൈഡഡ് ബൈ MV സ്ക്വയർ. ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു റീജിയനാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കാണേണ്ടത് ഇതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഈ ഓരോ കൊളീഷൻ്റെയും ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്താണ് എന്നുള്ളത് ഒന്ന് കാണണം നമുക്ക്. ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ഡെറിവേഷനിലേക്ക് പോകണ്ട, ജസ്റ്റ് റിമെമ്പർ ദ ഇക്വേഷൻ. ഇമ്പാക്റ്റ് പാരാമീറ്റർ, അതായത് നമ്മുടെ അടുത്ത് ഇവിടെ ആ ഹെവി ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചാർജ് വരുന്ന Z/E ആണ്. ഇതിലേക്കാണ് നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ, ഇങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പാത്ത് റീട്രേസ് ചെയ്ത് പോകും, ഡയറക്റ്റായിട്ട് റിപ്പൽഷൻ വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ നിന്നാണ് വരുന്നതെങ്കിലും വേറെ ചില ആൾക്കാർ ഇങ്ങനെ കുറേ ദൂരമൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്ത് പോകും, ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ആൾക്കാരെ മാത്രം ഒന്ന് നോക്കി. ഈ ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ആൾക്കാർ അവരുടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താ മക്കളെ, ഇങ്ങനെയായിരുന്നില്ലേ, ഇങ്ങനെയല്ലേ അവരുടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ആ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് തീറ്റ ആംഗിളിൽ അതിനെന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീറ്റ ആംഗിളിൽ അതിന് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ, ആ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും അതും തമ്മിലുള്ള ഇപ്പോൾ ഉള്ള അതിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഹെഡ് ഓൺ കൊളീഷൻ ആണെങ്കിൽ, ഇതുപോലെയുള്ള കൊളീഷൻ ആണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആയിരിക്കും. സോ ഇനീഷ്യൽ ഇത് പാസ് ചെയ്യുന്ന ഈ ന്യൂക്ലിയസിനെ പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനും ഇപ്പോഴത്തെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങളിത് ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ഇങ്ങനൊരു ടേമിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അതേ മീനിങ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ടേക്കൺ ആസ് B0 ഇമ്പാക്റ്റ് പാരാമീറ്റർ. അപ്പോൾ ഈ ഒരു കൊളീഷനിലാണെങ്കിൽ, ഇതിലാണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ വാല്യൂ എത്ര വരും, ഇമ്പാക്റ്റ് പാരാമീറ്റർ ഇസ് 0. കാരണം അതെന്താണ്, ഹെഡ് ഓൺ കൊളീഷനാണ്. നേരെ വന്നു അതേ ലൈനിൽ തന്നെ വരുന്നു, അവിടെ തട്ടി തിരിച്ചു വരുന്നു. കാരണം ന്യൂക്ലിയസുമായിട്ട് ഡയറക്റ്റ് റിപ്പൽഷൻ കിട്ടുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കുറച്ച് ദൂരെ നിന്ന് വരുന്നതായതുകൊണ്ട് അതിൻ്റെ പാത്തിൽ നിന്ന്, ഒറിജിനൽ പാത്തിൽ നിന്ന് ഒരു ഡിഫ്ലക്ഷനാണ് കാണിച്ചത്. അപ്പോൾ മാക്സിമം എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട് ബിഫോർ പാസിങ് ദ ന്യൂക്ലിയസ്, അതാണ് ഈ കാണിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്. നമ്മളതിനെ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കും. ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. കൂടുതൽ അതിന് ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് പോലെ അത്ര ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2 1/4πε0 ഇൻറ്റു ZE സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഇൻറ്റു കോട്ട് θ/2. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് സംഭവിച്ചിട്ടുള്ള ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ്. സോ ഇതിനൊന്ന് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 is written as k. Kinetic energy can be written as half mv square. So ആ 2 മുകളിലേക്ക് പോകും. So what it becomes 2k ZE square divided by mv square into cot θ/2 എന്നല്ലേ വരിക. നമുക്ക് ഈ ഒരു ടൈം ഓൾറെഡി കണ്ടുവരികയുണ്ട്. ഇതെന്തായിരുന്നു, ജസ്റ്റ് ഗോ ബാക്ക് ടു ദ പ്രീവിയസ് സ്ലൈഡ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എത്രയാണ്, 4k ZD സ്ക്വയർ ഡിവൈഡഡ് ബൈ mv സ്ക്വയർ ആണ്. ഇത് വരുന്ന എത്രയാണ്, 2k ZD സ്ക്വയർ ഡിവൈഡഡ് ബൈ mv സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ആസ് ദ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് ഈക്വൽ ടു, ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ നേരെ പകുതിയാണ്. സോ ഇറ്റ് ഈസ് R0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോട്ട്
theta by 2. That is a relation between distance of closest approach and impact parameter. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണേണ്ടത്. അതിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ റൂദർഫോർഡ് മോഡലിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. അതിൽ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? റൂദർഫോർഡ് മോഡൽ വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സസ്റ്റൈൻഡ് റെവല്യൂഷൻ ഓഫ് electrons around the nucleus. പിന്നെ he was unable to predict the condition for the rotation of electrons around a particular path. ഇതൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റൂദർഫോർഡ് മോഡലിൽ വന്നിട്ടുള്ള ഡ്രോബാക്സിനെയാണ് നീൽസ് ബോർ മോഡിഫൈ ചെയ്ത് പുതിയൊരു മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവരുന്നത്. നമ്മൾ ഇന്നേ വരെ വന്നിട്ടുള്ള ആറ്റമിക് മോഡലുകളിൽ വെച്ചിട്ട് ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് നീൽസ് ബോർ മോഡലാണ്. സ്റ്റിൽ പല കണ്ടീഷൻസിലും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, ഈവൻ ദോ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും മോഡേൺ ഫിസിക്സിൻ്റെ മോഡേൺ തിയറീസൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ടെങ്കിൽ കൂടി സ്റ്റിൽ നമ്മൾ ഇന്നും പല കാര്യങ്ങൾക്കും ബോർ മോഡൽ ഓഫ് ആറ്റം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോർ മോഡലിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ റൂദർഫോർഡ് മോഡലിൻ്റെ അതിൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ കറക്ഷനാണ്. എന്താണെന്നറിയാലോ? ഇലക്ട്രോൺസിൻ്റെ റെവല്യൂഷൻ. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞതനുസരിച്ച് ഒരു ന്യൂക്ലിയസിന് ചുറ്റും പ്ലസ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോണിന് എങ്ങനെ വേണമെങ്കിൽ കറങ്ങാമെന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എനി ഓർബിറ്റ് അറ്റ് എനി ടൈം ഇൻ എനി വെലോസിറ്റി. അതിന് നീൽസ് ബോർ പറഞ്ഞു അങ്ങനെ ഇലക്ട്രോൺസിന് നമ്മൾക്ക് ഏത് പാത്തിലും റിവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ദ ഇലക്ട്രോൺസ് ആർ അസൈൻഡ് എ പർട്ടിക്കുലർ പാത്ത്. ഒരു പർട്ടിക്കുലർ പാത്ത് ഇലക്ട്രോണിനുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് പാത്ത് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പോൾ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്ന കണ്ടീഷനാണ് എന്ത്? ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് mvr is equal to integral multiple of h/2π, and this is called as the Bohr quantization of angular momentum. mvr is equal to nh/2π and where n is equal to 1, 2, 3. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും the value of angular momentum is an integral multiple, അല്ലാതെ അത് ഫ്രാക്ഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് ഒരിക്കലും വരില്ല. ദേ വിൽ ബി ഇൻറ്റീജർ വാല്യൂസ് 1, 2, 3, 1h/2π, 2h/2π, 3h/2π അങ്ങനെ വരുള്ളൂ. സോ ഈ ഒരു കണ്ടീഷൻ എവിടെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ ഇലക്ട്രോണിനും മൂവ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിനും ഒരു വെലോസിറ്റി ഉണ്ടാവും, അതിൻ്റെ റേഡിയസ് ഓഫ് റെവല്യൂഷൻ ഉണ്ടാവും. സോ എവിടെ വെച്ചാണോ അല്ലെങ്കിൽ എപ്പോഴാണോ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം nh/2π മൾട്ടിപ്പിൾ ആവുന്നത്, ഇപ്പോൾ ഇലക്ട്രോണിന് എന്തായാലും ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവുമല്ലോ, ഈ ആംഗുലർ മൊമെൻറ്റം h/2π എത്രാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടാണോ വരുന്നത് ആ ഓർബിറ്റിലായിരിക്കും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ന്യൂക്ലിയസിന് ചുറ്റും കുറേ ഓർബിറ്റുകൾ ഉണ്ടാവാം, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കുറേ ഓർബിറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രോൺ, ഇതിപ്പോൾ ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത് 3ാമത്തെ ഓർബിറ്റിലാണ്, 1, 2, 3ാമത്തെ ഓർബിറ്റിലാണ്. 3ാമത്തെ ഓർബിറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 3h/2π ആയിരിക്കും, ബേസ്ഡ് ഓൺ ഇറ്റ്സ് വെലോസിറ്റി. സോ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് ഇറ്റ് വിൽ ബി ഹാവിങ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആ ആംഗുലർ മൊമെൻറ്റം h/2π എത്രാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടാണോ വരുന്നത് ആ ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോണിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. ആൻഡ് അവിടെ ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിന് ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യാൻ പറ്റൂ എന്നാണ് നീൽസ് ബോറിൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ റെവല്യൂഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടും വരാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും വരാം. ആൻഡ് ഡ്യൂ ടു ദ റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണോ റിവോൾവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോണിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഇലക്ട്രോണിക് കറണ്ട് ഇവിടെ ന്യൂക്ലിയസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എ സർക്കുലർ കോയിൽ. അതിന് സിമിലർ ആയിട്ടാണ് ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2π മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഓർബിറ്റുകളിൽ മാത്രമേ അത് റിവോൾവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് യു ക്യാൻ ചേഞ്ച് ദ ഓർബിറ്റ് ഓഫ് ഇലക്ട്രോൺസ്. അല്ലാതെ ഇതിലിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. സപ്പോസ് ഇഫ് യു ആർ ഗിവിങ് സം എമൗണ്ട് ഓഫ് എക്സ്റ്റേണൽ എനർജി ആൻഡ് ഇഫ് ദാറ്റ് എനർജി ഈസ് ഇനഫ് ഫോർ ദ ഇലക്ട്രോൺ ടു എക്സൈറ്റ് ടു എ ഹയർ ഓർബിറ്റ്,
സോ യു ക്യാൻ സീ ദ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി E1 ആണ്. സെക്കൻഡ് ഓർബിറ്റിലെ എനർജി, ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി E1 ആയിട്ടും സെക്കൻഡ് ഓർബിറ്റിലെ എനർജി എന്ന് പറയുന്നത് E2 ആയിട്ടും വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാലോ ഹയർ ഓർബിറ്റിലേക്ക് പോകുന്തോറും എനർജി കൂടിക്കൂടി വരും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ, ഫസ്റ്റ് ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിനെ നിങ്ങൾക്ക് സെക്കൻഡ് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്ര വരും മക്കളെ? ബിറ്റ്വീൻ ഫസ്റ്റ് ഓർബിറ്റ് ആൻഡ് സെക്കൻഡ് ഓർബിറ്റ് ദർ വിൽ ബി ആൻ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു E2 മൈനസ് E1. സോ ഇത്രയും എനർജി നിങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്? ഫസ്റ്റ് ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിന് കൊടുക്കുകയാണെങ്കിൽ ദ ഇലക്ട്രോൺ വിൽ ബി എക്സൈറ്റഡ് ടു ദ സെക്കൻഡ് ഓർബിറ്റ്. പക്ഷേ ആ സെക്കൻഡ് ഓർബിറ്റിൽ തന്നെ ഇലക്ട്രോൺ സ്റ്റഡി ആയിട്ട് ഇരിക്കണം എന്നില്ല. After absorbing the energy, it moves to the higher orbit, and after revolving in that second orbit for some time, it may release the energy and come back to the original state. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ ബോർ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. നമ്മൾ ലൈമൻ സീരീസ്, ബാമർ സീരീസ് ഒക്കെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഡി എക്സൈറ്റേഷനും പോസിബിൾ ആണ്, എക്സൈറ്റേഷനും പോസിബിൾ ആണ്. എക്സൈറ്റേഷൻ ആകുമ്പോൾ അത് ഹയർ ഓർബിറ്റിലേക്കും ഡി എക്സൈറ്റേഷൻ ആകുമ്പോൾ ലോവർ ഓർബിറ്റിലേക്കും പോകും. ആൻഡ് ദാറ്റ് എക്സൈറ്റേഷൻ റിക്വയർസ് ഡെൽറ്റ ഇ എമൗണ്ട് ഓഫ് എനർജി. ഇപ്പോൾ ഇത് ഈ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് nth ഓർബിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ദ എനർജി റിക്വയർഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺ വിൽ ബി En minus E1. So between two successive orbits, the amount of excitation energy required will be En minus 1. ബിറ്റ്വീൻ സക്സസീവ് ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഡെൽറ്റ ഇ ക്യാൻ ബി റിട്ടൺ ആസ് En മൈനസ് En-1 എന്ന് പറയാം. ഇത് രണ്ടുപേർക്കിടയിലായിട്ട്. ആൻഡ് ദിസ് എമൗണ്ട് ഓഫ് എക്സൈറ്റേഷൻ എനർജി, ഈ എനർജിയും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എനർജി അല്ല. ദിസ് എനർജി ഈസ് ഓൾസോ ക്വാണ്ടൈസ്ഡ് ആൻഡ് ദാറ്റ് എനർജി ക്യാൻ ബി റിട്ടൺ ആസ് hν ബേസ്ഡ് ഓൺ മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ നീൽസ് ബോർ എന്തും കൂടെ ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ആറ്റമിക് മോഡലിൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ദ എക്സൈറ്റേഷൻ എനർജി വിൽ ബി ഗിവൺ ആസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ അവിടെ hν എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് എനർജി ആയിട്ടാണ്, ഫോട്ടോണിൻ്റെ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സൈറ്റേഷനോ ഡി എക്സൈറ്റേഷനോ നടക്കുന്നത്. അപ്പോൾ നീൽസ് ബോർ മോഡലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഇതാണ്. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞ ആദ്യത്തെ കാര്യം കറക്റ്റായിട്ട് തെറ്റായിരുന്നു, അതിൻ്റെ കറക്റ്റ് ഫോം തന്നു. അതായത് ഇലക്ട്രോൺസ് ഒരിക്കലും എല്ലാ ഓർബിറ്റിലും ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന് അസൈൻ ചെയ്തിട്ടുള്ള ഓർബിറ്റിൽ മാത്രമേ റിവോൾവ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദാറ്റ് പെർമിറ്റഡ് പാത്ത് ഇസ് കോൾഡ് ആസ് ദ ഓർബിറ്റ് ആൻഡ് ദ സെലക്ഷൻ ഓഫ് ഓർബിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ വിച്ച് കംസ് ആസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഹെച്ചിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി റൂദർഫോർഡ് മോഡലിൽ മറ്റൊരു ഡ്രോബാക്കും കൂടിയുണ്ട്. എന്താണ്? ഇലക്ട്രോൺസിൻ്റെ റെവല്യൂഷൻ്റെ കാര്യം. ഇലക്ട്രോൺസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂദർഫോർഡ് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് കടന്ന് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ നടുവിലേക്ക് വന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് ആറ്റം കൊളാപ്സ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രോൺസിന് ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, എനർജി ലോസ് വരുന്നില്ല. കാരണം ആ ഇലക്ട്രോൺസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെവല്യൂഷൻ നടക്കുമ്പോൾ അവിടെ റിവോൾവ് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ഇലക്ട്രോൺസിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ടാണ്, ഇലക്ട്രോൺസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ടാണ് അത് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഇലക്ട്രോൺസിന് അതിൻ്റെ പെർമിറ്റഡ് പാത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല? ലോസ് ഓഫ് എനർജി സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരിക്കലും അതിനെന്ത് ചെയ്യുന്നില്ല? എക്സ്റ്റേണൽ ആയിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ല. യുനോ ദ സെൻട്രിപെറ്റൽ ഫോഴ്സുകൾ ഒരിക്കലും വർക്ക് ചെയ്യാറില്ല എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും സർക്കുലർ മോഷനിൽ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് അവിടെ കിടന്ന് റിവോൾവ് ചെയ്താലും അതിനെന്ത് സംഭവിക്കില്ല? ഹെലിക്കൽ പാത്തിൽ വന്ന് ന്യൂക്ലിയസിൽ പോയി പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ആറ്റത്തിൻ്റെ കൊളാപ്സിങ് ഒരിക്കലും നടക്കില്ല. അപ്പോൾ പിന്നെ ഈ റൂദർഫോർഡ് മോഡലിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഈ നീൽസ് ബോർ മോഡലിലാണ് ആറ്റത്തിൻ്റെ ഒരു ഹീലിയോസെൻട്രിക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളതിനെ പ്ലാനറ്ററി സ്ട്രക്ചർ എന്ന് പറയും. എങ്ങനെയാണോ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ള പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നത് നീൽസ് ബോറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് രണ്ടിലും എനർജി അബ്സോർബ് ചെയ്യുന്ന എനർജിയും എക്സൈറ്റേഷൻ ആകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും, ഡി എക്സൈറ്റേഷൻ ആകുമ്പോൾ എനർജി റിലീസ് ചെയ്യും. സോ ബോത്ത് എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ റിക്വയർസ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള കാര്യം
ഇൻട്രൊഡ്യൂസ് ചെയ്തതും നീൽസ് ബോർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നീൽസ് ബോർ മോഡലിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഇതിൻ്റെ മറ്റ് ന്യൂമറിക്കലായിട്ടുള്ള കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം ഫൈനലി വി വിൽ ഗോ ടു ദ ഡിസഡ്വാൻറ്റേജസ്, ഹൗ അല്ലെങ്കിൽ ഇൻ വിച്ച് ഓഫ് ദ ഏരിയാസ് നീൽസ് ബോർ മോഡൽ വാസ് ഫെയിൽഡ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമുക്ക് ഫൈനലി കാണാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ ചില കാൽക്കുലേഷൻസും ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് നീൽസ് ബോറിൻ്റെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് കാണാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ബോറിൻ്റെ പോസ്റ്റുലേറ്റിൽ ഫസ്റ്റ് വൺ, ദ റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് requires a particular centripetal force and that centripetal force is given by the electrostatic force of attraction. അപ്പോൾ സെൻട്രിപെറ്റൽ യൂണിഫോം സർക്കുലർ മോഷനിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ഒരിക്കലും ലോസ് ഓഫ് എനർജി വരുന്നില്ല, ബിക്കോസ് വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് 0 ആണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അബൌട്ട് ദ ഓർബിറ്റ് അല്ലെങ്കിൽ പെർമിറ്റഡ് പാത്ത് ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നു. ഇലക്ട്രോൺസിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2πയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന റീജിയനുകളിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ റെവല്യൂഷൻ കാണാൻ പറ്റൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ ഓർ ഡി എക്സൈറ്റേഷൻ റിക്വയർസ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അപ്പോൾ നമ്മളിവിടെ 2 ക്വാണ്ടൈസേഷനുകളാണ് കണ്ടത്, അത് ഓർമ്മ വേണം. ഒന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയും പിന്നൊന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റും. അത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്കിപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറച്ച് ചെറിയ കാൽക്കുലേഷൻസും ഉണ്ട്, കുറച്ച് വലിയ ഡെറിവേഷൻസും ഉണ്ട്. അത് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് മറ്റ് സ്പെക്ട്രൽ അനാലിസിസിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ യു ഹാവ് എ സർക്കുലർ പാത്ത് ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ഇവിടെയാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഇപ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, Z/E ആയിട്ട് എടുക്കാം. സോ ദ ഓർബിറ്റൽ റേഡിയസ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് R. അപ്പോൾ അങ്ങനെ ഓർബിറ്റൽ റേഡിയസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് mv² ഡിവൈഡഡ് ബൈ r ഈസ് പ്രൊവൈഡഡ് ബൈ 1/4πε0 ഇൻറ്റു ZE² ഡിവൈഡഡ് ബൈ r² ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇയാളാണ്. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് യൂണിഫോം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഇൻ എ യൂണിഫോം സർക്കുലർ വേ. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു R ഉണ്ടല്ലോ ഇവിടെ, R-ഉം r² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. R-ഉം r² ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, ഈ 1/4πε0 തൽക്കാലം K എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ വലിയ ഇക്വേഷൻ ആയിട്ട് മാറും. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് v² ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക, v² ഈസ് ഈക്വൽ ടു K ഇൻറ്റു ZE² ഡിവൈഡഡ് ബൈ m ഇൻറ്റു r അല്ലേ വരുന്നത്, ഡിവൈഡഡ് ബൈ m ഇൻറ്റു r എന്ന് വരും, K ഇൻറ്റു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് കാണാമല്ലോ. ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, T ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ v അല്ലേ. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ v² അവിടെ ഉണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് K ഇൻറ്റു ZE² ഡിവൈഡഡ് ബൈ mr എന്ന് വരും, റൂട്ട് ഓഫ് ദിസ് വാല്യൂ. നമുക്കതിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 2π. ഇത് മുകളിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുന്നത്, റൂട്ട് ഓഫ് 2πr ഇവിടെ ഉണ്ട്, 2πr ഇൻറ്റു mr ഡിവൈഡഡ് ബൈ K ഇൻറ്റു Z ഇൻറ്റു E² എന്ന് വരും. ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഈ ആറിന് ഉള്ളിലേക്ക് എടുക്കാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്, T ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് mr³ ഡിവൈഡഡ് ബൈ K ഇൻറ്റു Z ഇൻറ്റു E² എന്നല്ലേ വരാം. സോ ദാറ്റ് മീൻസ് ഇതിൽ മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റൻ്റ് ആണ്, K ഈസ് കോൺസ്റ്റൻറ്റ്, Z കോൺസ്റ്റൻ്റ് ആണ്, E² കോൺസ്റ്റൻ്റ് ആണ്. സോ ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ എന്തിൽ മാത്രമേ മക്കൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁻³ അല്ലെങ്കിൽ T² ഈസ് പ്രൊപ്പോർഷണൽ ടു r³. ഇത് ഫസ്റ്റ് ഇയറിൽ കണ്ട ഓർമ്മയുണ്ടാവും, T² പ്രൊപ്പോർഷണൽ ടു r³. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ കെപ്ലേഴ്സ് തേർഡ് ലോ. അതിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം,
ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് അറൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാനറ്റ്സിന് സൂര്യനെ എങ്ങനെയാണോ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് അതുപോലെയാണ്. സോ ദാറ്റ് ഈസ് വൈ ബോർ മോഡൽ ഈസ് കോൾഡ് ആസ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയുന്ന കാര്യം ആര് ഒബേ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് ഒബേ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദ ഇലക്ട്രോൺസ് ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ക്യൂബ് ഓഫ് ദ റേഡിയസ് ഓഫ് റൊട്ടേഷന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാലും സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയറിലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുക. ഇതും ഇൻവേഴ്സ് സ്ക്വയറിലോ ഒബേ ചെയ്യുന്ന ആളാണ്, ഗ്രാവിറ്റേഷനുമാണ്. ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചോളൂ. പ്രത്യേകിച്ചും ജെഇക്കാരൊക്കെ ഈ കാണുന്ന ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കണം. നീറ്റുകാർക്ക് അത്രയും ആവശ്യം വരാറില്ലെങ്കിലും ജെഇക്കാർക്ക് ഈ ഇക്വേഷൻ ആവശ്യമാണ്. ഈ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി മക്കളെ. ഇത് മാസ് ഓഫ് ഇലക്ട്രോൺ കെ സെഡ് ഇ സ്ക്വയർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ അറിയാലോ നിങ്ങൾക്ക്. ഇതൊന്ന് ഈ ഒരു വാല്യൂ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. m/kz സ്ക്വയറിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസ് കഴിയുന്നതും സിമ്പിളാക്കാം. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഹീലിയോസെൻട്രിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇനിയിപ്പോൾ നമുക്കവിടെ ഇതിൻ്റെ കൂടുതൽ കാൽക്കുലേഷൻസിലേക്ക് പോവാം. ഇന്നിപ്പോൾ എന്തായാലും വേണ്ട. വി വിൽ സ്റ്റാർട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.